തൃശ്ശൂർ എത്തിയിട്ടുള്ള നമ്മളെ രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ. അപ്പം ഞാൻ ഓവർ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ് ചളാക്കുന്നില്ല, ഡയറക്റ്റായിട്ട് നമുക്ക് കാര്യത്തിലേക്ക് പോകാം. ഇന്നത്തെ നമ്മളെ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചിമ്മിണി ഡാമിലേക്കാണ് കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോണതിൻ്റെ മുന്നേ ആയിട്ട് ഞാനിതാ ഹൂറിൻ്റെ വീട്ടിൽ നിന്ന് നല്ലൊരു ചായയും പുട്ടും കടലൊക്കെ കഴിച്ച് ഇനി നമ്മൾ നേരെ ചിമ്മിണി ഡാമിലേക്കാണ് ഗൈസ് പോകുന്നത്. ഇനി ചിമ്മിണി ഡാം എവിടെയാണെന്നല്ലേ, ചിമ്മിണി ഡാം എവിടെയാണെന്ന് വെച്ചാൽ നമ്മളെ സ്വന്തം തൃശ്ശൂരിലായിട്ടുള്ളത്. തൃശ്ശൂരിലുള്ള എച്ചിപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അതിന് ശരിക്കും എച്ചിപ്പാറ എന്നാണോ പറയുക അതോ ഈച്ചിപ്പാറ എന്നാണോ പറയുക എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ പ്രൊനൗൺസിയേഷൻ. ECHIPPARA എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത്. സോ നമ്മുടെ പ്രോപ്പർ തൃശ്ശൂരിൽ നിന്ന് ഏകദേശം 40 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ചിമ്മിണി ഡാം എന്ന് പറയുന്നത് നമ്മുടെ തൃശ്ശൂരിലുള്ള ലാർജസ്റ്റ് ആയിട്ടുള്ള ഡാമാണ്. ഓക്കെ, സോ അങ്ങോട്ടേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഈ ഒരു ഡാമിൻ്റെ ഒരു പ്രൈമറി പർപ്പസ് എന്ന് പറയുന്നത് ഇറിഗേഷനാണ്. പിന്നെ അതുകൂടാണ്ട് അവിടുന്ന് ആനുവലി ഏകദേശം 6.7 മില്യൺ യൂണിറ്റ്സ് ഓഫ് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നുണ്ട് എന്നാട്ടോ പറയണേ. അങ്ങനെ നമ്മൾ ചിമ്മിണി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലെത്തി. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മെയിനായിട്ട് കുറച്ച് ട്രെക്കിംഗ് പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൂടാണ്ട് ബാംബു റാഫ്റ്റിങ്ങും ഇവിടെ അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ പോയ സമയത്ത് ബാംബു റാഫ്റ്റിംഗ് കണ്ടിട്ടില്ല, അതിന് പകരമായിട്ട് കൊട്ടവഞ്ചിയൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു സീനറി കാണുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ കാണുന്ന ഈ നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള പിക്ചേഴ്സ് പോലെ ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ ഈ കലണ്ടറിലൊക്കെ പണ്ടുള്ള കലണ്ടറിലൊക്കെ ഉണ്ട് ഇതുപോലുള്ള സീനറീസ്. സത്യം പറഞ്ഞാൽ അത് ഡയറക്റ്റായിട്ട് കണ്ട പോലെ ആട്ടോ എനിക്ക് തോന്നുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ അതിന് ശേഷം ഇവിടുത്തെ ഒരു മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ട്രക്കിംഗ് ആണ്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് സൈക്ലിങ്ങും അവൈലബിൾ ആട്ടോ. അങ്ങനെ ഞങ്ങൾ 3 ആൾക്കാരും 3 സൈക്കിൾ എടുത്തിട്ട് നേരെ പോവുകയാണ്. അപ്പം നമ്മൾ സൈക്കിൾ ഓടിക്കുന്നതിൻ്റെ ഏറ്റവും മുന്നിലായിട്ട് ഒരു പച്ച ഷർട്ട് ഇട്ട ചേട്ടനെ കാണാം. അതാണ് നമ്മുടെ ഗൈഡ് കേട്ടോ. അപ്പോൾ ആ ചേട്ടനാണ് ശരിക്കും പറഞ്ഞാൽ ഈ വഴി കൂടെ പോയാൽ ഇങ്ങനെ എത്തും, പിന്നെ അതുപോലെ ഈ കാടിനെ പറ്റിയിട്ടും പിന്നെ അവിടെയുള്ള ഈ ഡാമിനെ പറ്റിയിട്ടൊക്കെ ഉള്ള കുറേ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നത് കേട്ടോ. അതാണ് നമ്മുടെ ട്രാവൽ ഗൈഡ്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ സൈക്കിള് നേരെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഇനി നമ്മൾ നേരെ ഈ കുന്ന് കയറുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചേട്ടൻ പറയുന്നുണ്ടേനു ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് നിൽക്കണ്ട, ശ്രദ്ധിക്കണം എന്നുള്ളത്. കാരണം നമ്മൾ ഇങ്ങനെ നടക്കുന്നതിൻ്റെ തൊട്ട ലെഫ്റ്റ് സൈഡായിട്ട് ഒരു വലിയൊരു എന്താ പറയുക ഒരു കുഴി പോലത്തെ ഏരിയ കേട്ടോ. അങ്ങോട്ട് തെറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ താഴെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ചേട്ടൻ പറയുന്നുണ്ടേനു നല്ല നോക്കിയിട്ട് നടക്ക്, ഫോണിൽ കളിച്ചിരിക്കേണ്ട എന്നുള്ളത്. അങ്ങനെ നമ്മൾ നടന്ന് കുറേ ഈ കാണുന്ന കാടും ഒക്കെ കയറി കഴിഞ്ഞ് നമുക്ക് കിട്ടുന്നൊരു വ്യൂ എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാട്ടോ. കാരണം ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ സൈക്ലിങ് തന്നെ ഏകദേശം കുറച്ച് ലോങ് കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഈ കാടും കയറി കുന്നും കയറി കിട്ടുന്നൊരു ഈ ഒരു വ്യൂ ഭയങ്കര അടിപൊളിയാണ്. പിന്നെ ഒന്നാമത് നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ടയേർഡ് കഴിഞ്ഞു. കാരണം ഇത്രയും കാലം മേലെ നനങ്ങാണ്ട് നിന്നിട്ട് ഈ കാടും കുന്നൊക്കെ കയറുമ്പോഴത്തേക്ക് ആകെ മൊത്തം ക്ഷീണിച്ച് കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ഷീണിച്ച് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് നിൽക്കുന്ന സമയത്ത് ഈ ഒരു സീന് ഈ ഒരു വെള്ളച്ചാട്ടം ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര അപ്പീലിംഗ് ആട്ടോ. അവിടെ പോയപ്പോൾ ഭയങ്കരമായിട്ട് എന്താ പറയുക ഭയങ്കര ഒരു സമാധാനം ഉണ്ടായിരുന്നു. എന്തോ നേച്ചറിനോടൊക്കെ ഭയങ്കര അടുത്ത് നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. പിന്നെ ഒന്നാമത് എന്താ വെച്ചാൽ നമ്മൾ ഈ കാട്ടിനുള്ളിലായതുകൊണ്ട് ഇവിടെ ഒട്ടും റേഞ്ച് ഇല്ലേനു. പിന്നെ അത് കൂടാണ്ട് നമ്മളുടെ ട്രാവൽ ഗൈഡ് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ ട്രക്കിങ് ശരിക്കും പറഞ്ഞാൽ 15 കിലോമീറ്റർ 18 കിലോമീറ്ററൊക്കെ ട്രക്കിംഗ് പാക്കേജസ് അവൈലബിൾ ആണെന്നുള്ള കാര്യം. പക്ഷേ അതിലെന്താണെന്ന് വെച്ചാൽ നമ്മൾ എക്സാക്റ്റ് ഒരു കാടിൻ്റെ അതായത് കോർ പാർട്ടിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗൺമാൻ നമ്മളെ കൂടെ ഉണ്ടാകും. കാരണം ഏതെങ്കിലുമൊക്കെ വല്ല വന്യമൃഗങ്ങളൊക്കെ നമ്മളെ മേലെ ചാടിയാലും മേ ബി അതിനനുസരിച്ചിട്ടുള്ള ആക്ഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഗൺമാനൊക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ അവിടുത്തെ കുറേ ഈ പറയുന്ന പാക്കേജസും പിന്നെ കുറേ അഡ്വഞ്ചറസ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ ഗൈഡ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതുപോലുള്ളൊരു ഗുഹ പോലത്തെ ഒരു ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് അടങ്ങി പോയി നോക്കി അവിടെ അപ്പുറത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പുറത്ത് എന്താണെന്ന് വെച്ചാൽ വലിയൊരു കുന്ന് പോലത്തെ ഒരു ഏരിയ ആണ്, നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുമല്ലോ, അമ്മാരിത്തെ ഒരു കുന്നുമാരിത്തെ ഏരിയ കേട്ടോ. അങ്ങനെ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളുടെ ട്രാവൽ ഗൈഡ് പറയുന്നുണ്ട് ഏറ്റവും മുകളിലുള്ള ആ വലിയൊരു കൊക്ക ഇവർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു 15 to 20 മിനിറ്റ് കൊണ്ട് ഇവർക്ക് കയറാൻ പറ്റുന്നു കേട്ടോ. അപ്പോൾ നോർമലി ഉള്ള ആൾക്കാർ ആ കൊക്ക കയറണം. അതായത് ഞാൻ പറഞ്ഞ ഈ 12 കിലോമീറ്റർ ട്രക്കിംഗ് അല്ലെങ്കിൽ 18 കിലോമീറ്റർ ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ ആ കുന്ന് മൊത്തത്തിൽ കയറും. അപ്പോൾ അത് കയറാനായിട്ട് നോർമലി ആൾക്കാർ ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ എടുക്കും. പക്ഷേ ഇവർക്ക് ഏകദേശം ഒരു 20 മിനിറ്റ്സ് കൊണ്ടൊക്കെ കവർ ചെയ്ത് പോകുന്നു കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചത് അടിപൊളിയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റിട്ടേൺ വരികയാണ്. റിട്ടേൺ വരുന്ന സമയത്ത് നല്ല മഴ കിട്ടി. നമ്മൾ
സൈക്കിളിൽ മൊത്തം മഴയും കൊണ്ടിട്ട് തിരിച്ച് ഓടിച്ചത് കേട്ടോ. കാരണം എന്താണെന്നറിയില്ല, പെട്ടെന്ന് മഴ പെയ്തു. അതുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ച് വരുന്ന ആ ഒരു വിഷ്വൽസ് ഒന്നും എനിക്ക് മര്യാദയ്ക്ക് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അങ്ങനെ നമ്മുടെ സൈക്കിൾ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ സൈക്കിളൊക്കെ കിട്ടിയോടെ തന്നെ തിരിച്ച് കൊണ്ടുവച്ച് ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഇന്നത്തെ ഒരു ട്രിപ്പ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ആ ഒരു ഡെസ്റ്റിനേഷൻ. അപ്പം മൊത്തത്തിൽ എന്താ പറയുക, ഈ വെള്ളമൊക്കെയായി മഴ പെയ്തിട്ട് അത്രയും നനഞ്ഞു കുളിച്ചിരിക്കുക. അപ്പോൾ ഒന്നാമത് ഇപ്പം നിങ്ങൾ കാണുന്നത് അത്യാവശ്യം ഞാൻ ഉണക്കാനിട്ടിന് കേട്ടോ. അങ്ങനെ കുപ്പായൊക്കെ ഒന്ന് ഉണങ്ങി തലയ്ക്കൊന്ന് ഉണങ്ങിയിട്ടാണ് കാണുന്നത്. കാരണം കംപ്ലീറ്റ് നനഞ്ഞു പോയി, കാരണം അങ്ങനത്തെ മഴയേനും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോണ വഴിക്ക് ഇതുപോലെയുള്ള കുറച്ച് സാധനങ്ങൾ തിന്നിട്ടോ. ഒന്നാമത് ആ കുന്നും മലയൊക്കെ കയറി കാടൊക്കെ കയറി ഭയങ്കര ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്ത് ഒരു നല്ലൊരു എക്കോംപ്ലേറ്റ് കിട്ടി എങ്ങനെ ഉണ്ടാവും, നൈസാവൂലേ? അതേനും കേട്ടോ നമ്മളവസ്ഥ വന്നിട്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫൈനലി വീട്ടിലെത്തിയ സമയത്ത് ആ റോട്ടുമ്മിൽ അപ്പു ഇങ്ങനെ നടന്ന് കളിക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അപ്പു ചെറിയൊരു വാക്കിന് ഇറങ്ങിയതായിരിക്കും. ഓക്കെ, അങ്ങനെ ഇവിടുന്ന് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് ഇനി ഞാൻ നേരെ തൃശ്ശൂരിൽ നിന്ന് ആലുവയിലേക്ക് പോകാൻ നിൽക്കുക കേട്ടോ. അങ്ങനെ പോകാൻ നിൽക്കുന്ന ടൈമിലാണ് ഞാനിതാ ഹൂറിൻ്റെ വീട്ടിൽ ഇതുപോലുള്ളൊരു ഫ്രെയിം കാണുന്നത്. ഈ ഫ്രെയിം ഞാൻ ഹൂറിൻ്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കൊടുത്താൽ കേട്ടോ, അതവിടെ തൂക്കിയിട്ടിന്. ഓക്കെ, സോ അങ്ങനെ നമ്മൾ മൂന്നാളും കൂടെ നേരെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് പോണേ. കാരണം എനിക്ക് അവിടുന്ന് വേണം നമ്മൾ ആലുവയിലേക്ക് ട്രെയിൻ കയറാനായിട്ട്. ഓക്കെ, ഇന്ന് പിന്നെ ഒന്നാമത് ലീവ് ആയതുകൊണ്ട് നമ്മൾ മൊത്തത്തിലൊന്ന് കറങ്ങിയത്. പക്ഷെ നാളെ അങ്ങനെയല്ല, നാളെ വർക്കിംഗ് ആണ്. സോ നമുക്ക് തിരിച്ച് പോകണം കേട്ടോ. അപ്പം അങ്ങനെ ഞാനിതാ നേരെ നമ്മുടെ തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി ഇവിടുന്ന് നേരെ വണ്ടി പിടിക്കുന്നു, വീട്ടിൽ പോകുന്നു. പക്ഷേ ഈ ഒരു 2 ഡേ, അതായത് ഒക്ടോബർ 1ഉം 2ഉം പബ്ലിക് ഹോളിഡേ ആയതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം അടിച്ചു പൊളിച്ചു. ഈ 2 ദിവസം നമ്മൾ തൃശ്ശൂർ ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ഈ ഒരു 2 ദിവസം നമുക്ക് തൃശ്ശൂർ പോകാൻ പറ്റാവുന്ന ഏരിയയിലൊക്കെ നമ്മൾ പോയി അടിപൊളിയേനു ഈ ഒരു 2 ദിവസം കേട്ടോ. അങ്ങനെ 2 ദിവസം ലീവൊക്കെ കഴിഞ്ഞ് നമ്മൾ എനർജിയൊക്കെ റീസ്റ്റോർ ചെയ്ത് നാളെ ഇനി ബാക്ക് ടു വർക്കാണ്. അപ്പോൾ കൂടുതൽ വീഡിയോസായിട്ട് ഇനിയും നമുക്ക് കാണാം. ടിൽ ദെൻ ഇറ്റ്സ് ബൈ ഫ്രം അഭിരാമി പുഴയ്ക്കൽ. താങ്ക് യു സോ മച്ച്.